ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഓയിൽ മസാജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് ഞാനത് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കുറേ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു റെഫർ ചെയ്ത് പതുക്കെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഓയിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, മസാജ് ചെയ്യുക. ഒരു 10-15 മിനിറ്റോളം ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷനും മറ്റേ ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലതാണ് ആക്ച്വലി. അങ്ങനെ ഞാനൊരു ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഫേസ് മാസ്ക് ഇടാൻ പോവാം. വീട്ടിലുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഫേസ് മാസ്ക്. ഞാൻ ഇന്നത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊന്നും പറയുന്നില്ല. നമുക്കിപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ എന്തിടാൻ പറ്റും, എന്തിടാൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മാസ്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഗ്രാജ്വലി എന്തെങ്കിലും ആക്ടിവിറ്റീസോ ഒക്കെ തുടങ്ങി അങ്ങ് ചെയ്യാം. ഓക്കെ. അപ്പം ഇന്ന് ഞാൻ ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് പൊടിച്ചിട്ട് എൻ്റെ ബാത്റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും മാസ്കായിട്ട് ഉപയോഗിക്കുക. കാരണം അതാകുമ്പോൾ എനിക്ക് എളുപ്പം, ഇങ്ങനെ കൂട്ടിക്കുഴയ്ക്കൊന്നും വേണ്ട. അതാകുമ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തേക്കാം. അപ്പം ഇതിൽ ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോയി. പണ്ടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കൂടിയതിനനുസരിച്ച് പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. ഇപ്പം എനിക്ക് മനസ്സിലായി കുറച്ച് വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് പൊടിയിടുന്നത് നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇടുക, പൊടിയിടുക, വെള്ളം ഇടുക. ഈ പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകും. അതിനെക്കാട്ടും ഭേദമാണ് കുറച്ച് ഒഴിച്ച് കളഞ്ഞിട്ട് നമ്മൾ പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതാകുമ്പം പൊടി അധികം വേസ്റ്റ് ആവില്ല. പിന്നെ ഈ നമ്മുടെ സ്കിന്നിന് സൂട്ടബിൾ ആവുന്ന എന്താണോ നല്ലത് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇന്നത് വേണം, അല്ലെങ്കിൽ ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ വേണം, ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്ന് പോലും നമുക്കറിയുണ്ടാവില്ല. പിന്നെ ചില പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇതിനൊന്നും ക്യാഷ് ഉണ്ടാവില്ല. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേ വേണ്ട. വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയ സാധനങ്ങൾ വെച്ചിട്ട് ഒരുപാട് മാസ്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇപ്പം ഇതിൽ ഇരട്ടി മധുരമുണ്ട്, അതുകൊണ്ട് ചെറിയൊരു മധുരമുണ്ട്. നല്ല മണം, മഞ്ചിഷ്ടേൻ്റെ എന്തിൻ്റെയൊക്കെയോ നല്ല മണമുണ്ട്. അപ്പോൾ റൂമിൽ പോയപ്പോൾ ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ല, മുഖത്തുനിന്ന് എന്തെങ്കിലും ആയാലോ എന്ന് വെച്ചിട്ട് ഞാൻ റൂമിലിരുന്നില്ല. ഞാൻ ആ സമയത്ത് കബോർഡൊക്കെ വൃത്തിയാക്കി അങ്ങനെ ഞാൻ കുളിക്കാൻ കയറിയേക്കാണ്. കുളി തുടങ്ങി. കുളിക്കുമ്പോൾ ഞാൻ ലൂഫ് ഇട്ടിട്ട് കഴുകുക ചെയ്യുക. ഇപ്പോൾ തന്നെ നല്ല പച്ച വെള്ളത്തിൽ കുളിച്ചപ്പോൾ തന്നെ നല്ലൊരു സമാധാനം, ഒരു ബോഡിക്കൊക്കെ റിലാക്സേഷൻ ഉണ്ട്. ഞാനിപ്പം ഇന്ന് മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഇപ്പം ഫേസ് മാസ്കിന് ചെറിയൊരു സ്ക്രബ് എഫക്റ്റ് ഉണ്ടല്ലോ. അപ്പം ആക്റ്റീവ്സ് ഒന്നും ഇട്ടിട്ട് ഇനി അതിന് സ്കിന്നിനെ ഇറിറ്റേഷൻ ആക്കേണ്ട വെച്ചിട്ട് ഞാൻ വെറും മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നല്ലോണം മസാജ് ചെയ്യും കുറച്ച് നേരം. ഈ ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാവാൻ നല്ലതാണ്. എന്നിട്ട് ഞാനിങ്ങനെ ഹൈ ബണ്ണായിട്ട് കെട്ടിവെക്കും. ഇതാണ് എൻ്റെ ബേസിക് സ്കിൻ കെയർ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് തുടങ്ങാം. ഗ്രാജ്വലി നമുക്ക് ഓരോന്ന് ആഡ് ചെയ്ത് നമുക്ക് സ്കിന്നൊക്കെ അടിപൊളിയാക്കാം.